أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മൽഫൂസാത്ത് സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം. എൻ്റെ ഉപദേശങ്ങളെ പാഴാക്കരുത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ സുഹൃത്തുക്കൾ ശ്രവിച്ചുകൊള്ളുക, എൻ്റെ ഉപദേശങ്ങൾ പാഴാക്കരുത്. അവയെ ഒരു കഥാകാരൻ്റെ കേവലം കഥാകഥനമായി കണക്കാക്കരുത്. എൻ്റെ ആത്മാവിന് നൈസർഗികമായുള്ള ഹൃദയനൊമ്പരത്തോടും യഥാർത്ഥ അനുകമ്പയോടും കൂടിയാണ് ഞാൻ ഈ ഉപദേശങ്ങൾ അത്രയും നൽകുന്നത്. അവയെ ഹൃദയത്തിൻ്റെ കാതുകളാൽ ശ്രവിച്ച് പ്രാവർത്തികമാക്കുവിൻ. ഒരു കാര്യം നല്ലപോലെ ഓർത്തുകൊള്ളുവിൻ, ദൈവസമക്ഷം ഒരിക്കൽ ഹാജരാകേണ്ടതാണെന്ന് സത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. നല്ല അവസ്ഥയിലാണ് നാം ഇവിടുന്ന് പോകുന്നതെങ്കിൽ നമുക്ക് ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. അല്ലാത്ത പക്ഷം ഭീഷണമായ അവസ്ഥയാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഓർക്കുക, മനുഷ്യൻ ദാരുണസ്ഥിതിയിലെത്തുമ്പോൾ മക്കാനെ ബഈദ്, അതായത് നരകം, അവന് വേണ്ടി ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കുന്നു. അതായത് അന്ത്യനിമിഷം തൊട്ട് അവനിൽ മാറ്റം ആരംഭിക്കുന്നു. അള്ളാഹു പറയുന്നു, ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമൻ ഫ ഇന്നഹു ജഹന്നം ലാ യമൂതു ഫീഹ വലാ യഹ്യ. അതായത് കുറ്റവാളിയായി തൻ്റെ നാഥൻ്റെ അടുക്കൽ വരുന്നവന് നരകമുണ്ട്, അതിൽ അവൻ മരിക്കുകയോ ജീവിക്കുകയോ ഇല്ല. എത്ര സ്പഷ്ടമായാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. ജീവിതത്തിൻ്റെ യഥാർത്ഥ ആനന്ദം സംതൃപ്തിയിലും സന്തോഷത്തിലുമാണ് കുടികൊള്ളുന്നത്. എന്നല്ല, എല്ലാ നിലയിലും ശാന്തിയും സമാധാനവുമുള്ള ഈ അവസ്ഥയിൽ മാത്രമേ അവൻ ജീവനുള്ളവനായി കരുതപ്പെടുകയുള്ളൂ. വയറുവേദനയോ പല്ലുവേദനയോ പോലുള്ള ഏതെങ്കിലും വേദന അവനെ ബാധിച്ചാൽ അവൻ്റെ അവസ്ഥ മരിച്ചവരേക്കാൾ മോശമായിത്തീരുന്നു. മരിച്ചവനെന്നോ ജീവനുള്ളവനെന്നോ എന്ന് പറയാൻ തന്നെ കഴിയാത്ത അവസ്ഥ. ആകയാൽ നരകത്തിലെ വേദനാജനകമായ ശിക്ഷ എത്ര ദാരുണമായിരിക്കുമെന്ന് ഇതിൽ നിന്ന് തന്നെ ഊഹിച്ചു നോക്കുക. ഇഹലോകത്ത് ബന്ധം വിച്ഛേദിക്കുന്നവൻ കുറ്റവാളിയാകുന്നു. സ്വജീവിതത്തിൽ ദൈവവുമായി ബന്ധം വിച്ഛേദിക്കുന്നവനാണ് കുറ്റവാളി. ദൈവത്തിൻ്റേതായി തീർന്ന് സത്യസന്ധരോടൊപ്പം സഹവസിക്കണമെന്നായിരുന്നു അവനോടുള്ള കൽപ്പന. അവനാകട്ടെ ദേഹേച്ഛയുടെ ദാസനാവുകയും അള്ളാഹുവിൻ്റെയും തിരുദൂതരുടെയും ശത്രുക്കളോട് കൈകോർക്കുകയും ചെയ്തു പോന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, താൻ ദൈവവുമായി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നുവെന്ന് അയാൾ സ്വകർമ്മത്താൽ തെളിയിച്ചിരിക്കുന്നു. മനുഷ്യൻ ഒരു ദിശയിൽ ചുവടുവെക്കുമ്പോൾ അതിന് എതിർദിശയിൽ നിന്ന് വളരെ ദൂരെ അകന്നുപോയിക്കൊണ്ടിരിക്കുന്നുവെന്നത് ദൈവിക രീതിയാണ്. അവൻ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ട് വിഷയേച്ഛയ്ക്കും വികാരങ്ങൾക്കും അടിപ്പെടുന്നതോടെ അള്ളാഹു അവനിൽ നിന്ന് അകന്നു പോകുന്നു. വിഷയേച്ഛകളുമായി ബന്ധം വർദ്ധിക്കുന്തോറും അള്ളാഹുമായുള്ള ബന്ധം കുറയുന്നു. സ്നേഹം സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്നു എന്ന ചൊല്ല് പ്രസിദ്ധമാണല്ലോ. ആകയാൽ കർമ്മപരമായ നിലയിൽ അള്ളാഹുവിനോട് വിമുഖത കാണിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അള്ളാഹും അയാളോട് വിമുഖനാണ്. നേരെ മറിച്ച് ഒരുവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, വെള്ളം പോലെ അവനിലേക്ക് ഒഴുകുന്നുവെങ്കിൽ മനസ്സിലാക്കുക, അവൻ കാരുണ്യവാനാകുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനേക്കാൾ അധികം അള്ളാഹു അവനെ സ്നേഹിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരിൽ അനുഗ്രഹം ചൊരിയുകയും താൻ കൂടെയുണ്ടെന്ന് ബോധ്യം വരുത്തുകയും ചെയ്യുന്നവനാണവൻ. എത്രത്തോളമെന്നാൽ അവരുടെ ഭാഷണങ്ങളിലും അധരങ്ങളിലും അവൻ അനുഗ്രഹം ചൊരിയുന്നു. ജനങ്ങൾ അവരുടെ വസ്ത്രങ്ങളിൽ നിന്നും സകല സംഗതികളിൽ നിന്നും അനുഗ്രഹം തേടുന്നു. ഏതൊരാൾ അള്ളാഹുവിൻ്റേതായിത്തീരുന്നുവോ അള്ളാഹു അവൻ്റേതായിത്തീരുന്നു എന്നതിന് മുഹമ്മദി ഉമ്മത്തിൽ ഇന്നോളം സ്പഷ്ടമായ തെളിവുണ്ട്. ദൈവമാർഗത്തിൽ പ്രയത്നിക്കുന്നവൻ ഒരിക്കലും പാഴാവുകയില്ല. തന്നിലേക്ക് വരുന്നവരുടെ പ്രയത്നത്തെയും പരിശ്രമത്തെയും അള്ളാഹു പാഴാക്കുന്നതല്ല. കൃഷിക്കാരൻ തൻ്റെ കൃഷിയിടം പാഴാക്കിയേക്കാം. പിരിച്ചുവിട്ട ജോലിക്കാരൻ നഷ്ടം വരുത്തിയേക്കാം. പരീക്ഷ എഴുതിയവൻ ജയിച്ചില്ലെന്നും വരാം. പക്ഷേ ദൈവമാർഗത്തിൽ പ്രയത്നിക്കുന്നവൻ ഒരിക്കലും പാഴാവുകയില്ല. വല്ലദീന ജാഹദൂ ഫീന ലനഹദിയന്നഹും സുബുലന എന്നത് അവൻ്റെ സത്യവാഗ്ദാനമത്രേ. അള്ളാഹുവിലേക്ക് നയിക്കുന്ന മാർഗങ്ങൾ അന്വേഷിക്കുന്നവൻ ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരുന്നു. ഭൗതിക പരീക്ഷകൾക്കായി തയ്യാറെടുപ്പുകൾ നടത്തുന്ന, രാത്രികളെ പകലാക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രയത്നവും അവസ്ഥയും കാണുമ്പോൾ കരുണ തോന്നുമെങ്കിൽ, അതിരില്ലാത്ത കാരുണ്യവും അളവറ്റ സ്നേഹവും കാണിക്കുന്ന അള്ളാഹു തന്നിലേക്ക് വരുന്നവനെ പാഴാക്കുമോ? ഇല്ല, അവനൊരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അള്ളാഹു ആരുടെയും പ്രയത്നം പാഴാക്കുകയില്ല. ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. വീണ്ടും പറയുന്നു,
വമയ്യാമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ. വർഷം തോറും പരസഹസ്രം വിദ്യാർത്ഥികൾ വർഷങ്ങളായുള്ള തങ്ങളുടെ പ്രയത്നങ്ങളും പരിശ്രമങ്ങളും പാഴാവുന്നത് കണ്ട് കരയുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നത് നാം കാണുന്നു. എന്നാൽ എത്ര നിസ്സാര കർമ്മത്തെപ്പോലും പാഴാക്കാത്ത വിധം അനുഗ്രഹം ചൊരിയുന്നവനാണ് അത്യുന്നതനായ അള്ളാഹു. മനുഷ്യൻ ഈ ലോകത്ത് സാങ്കല്പികവും സംശയഗ്രസ്തവുമായ സംഗതികൾക്കായി മതിമറന്ന് പ്രയത്നിക്കുന്നുവെന്നത് എത്ര ദുഃഖകരമായ സ്ഥിതിവിശേഷമാണ്. തങ്ങൾക്കായി വിശ്രമം പോലും അവർ നിഷിദ്ധമാക്കുന്നു. ചിലപ്പോൾ വിജയിക്കുമെന്ന കഠിനതരമായ പ്രതീക്ഷ കൊണ്ടു മാത്രം ആയിരക്കണക്കിന് ദുഃഖക്ലേശങ്ങൾ അവർ സഹിക്കുന്നു. ലാഭം പ്രതീക്ഷിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് കച്ചവടക്കാരൻ മുടക്കുന്നത്. എന്നാൽ ലാഭം തീർച്ചയായും ലഭിക്കുമെന്ന കാര്യത്തിൽ അയാൾക്കും ഉറപ്പില്ല. അതേസമയം അള്ളാഹുവിനെ അന്വേഷിക്കുന്നവരിൽ ഈയൊരാവേശവും ഉത്സാഹവും ഞാൻ കാണുന്നില്ല. ഈ ജനങ്ങൾ മനസ്സിലാക്കാത്തതെന്തുകൊണ്ട്? ഒരിക്കൽ മരിക്കേണ്ടതാണെന്ന് അവർ ഭയപ്പെടാത്തതെന്തുകൊണ്ട്? ഈ പരാജയങ്ങൾ ദർശിച്ചിട്ടും നഷ്ടം ലവലേശമില്ലാത്തതും ലാഭം സുനിശ്ചിതവുമായ ആ കച്ചവടത്തിൽ അവരെന്തുകൊണ്ട് മുഴുകുന്നില്ല? കർഷകൻ എത്ര കഠിനാധ്വാനത്തോടെയാണ് കൃഷി ചെയ്യുന്നത്. എന്നാൽ ഫലം തൃപ്തികരമായിരിക്കുമെന്ന് ആർക്കെങ്കിലും പറയാനാവുമോ? അള്ളാഹു എത്രമാത്രം കരുണയുള്ളവൻ. അവൻ്റെ നിധി കുംഭത്തിൽ നിന്ന് കാശും രൂപയും സ്വർണ്ണ നാണയങ്ങളും ശേഖരിക്കാം. കള്ളനെയും കൊള്ളക്കാരനെയും ഭയക്കേണ്ടതില്ല. ഒന്നുമില്ലാത്തവനായി ഭവിക്കുമെന്ന ഭീഷണിയുമില്ല. വഴിയിൽ നിന്ന് ഒരു മുള്ളെടുത്ത് മാറ്റുന്നത് പോലും പ്രതിഫലം നൽകപ്പെടുമെന്നാണ് ഹദീസിൽ വന്നിരിക്കുന്നത്. തൻ്റെ സഹോദരൻ്റെ പാത്രത്തിൽ വെള്ളം നിറച്ചു കൊടുക്കുന്നവൻ്റെ പ്രതിഫലവും അള്ളാഹു പാഴാക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യനൊരിക്കലും പരാജിതനാകാത്ത മാർഗം ദൈവമാർഗമാണെന്ന് ഓർത്തുകൊള്ളുവിൻ. ഭൗതികതയിലെ രാജവീതികൾ ഓരോ ചുവടിലും ഇടർച്ചകളുടെയും പരാജയങ്ങളുടെയും പർവ്വതങ്ങളാണുള്ളത്. ഭരണകൂടങ്ങൾ പോലും ഉപേക്ഷിച്ചവർ തീർച്ചയായും വിഡ്ഢികളായിരുന്നില്ലല്ലോ. ഇബ്രാഹിം അദ്ഹം, ഷാ ഷുജാ, മുജദ്ദിദായ ഷാ അബ്ദുൽ അസീസ് ഇവരെ പോലുള്ളവർ ഭൗതിക ഭരണവും അധികാരവും ലൗകിക പ്രതാപവും ഉപേക്ഷിച്ചവരാണ്. ഓരോ കാൽവെപ്പിലും ഇടർച്ചയുണ്ടാകുന്നുവെന്നതാണ് അതിന് കാരണം. ദൈവം ഒരമൂല്യ രത്നമാകുന്നു. അവനെ സംബന്ധിച്ച ദൃഢജ്ഞാനം കൈവരുന്നതോടെ മനുഷ്യൻ ലൗകിക സംഗതികളെ എത്രമാത്രം വെറുപ്പോടും അവജ്ഞയോടും കൂടി നോക്കിക്കാണുന്നുവെന്നാൽ അവയെ നോക്കാൻ പോലും സ്വമനസ്സിനെ നിർബന്ധിക്കേണ്ടി വരുന്നു. ആകയാൽ അള്ളാഹുവിൻ്റെ ദൃഢജ്ഞാനം ആഗ്രഹിക്കുകയും അവനിലേക്ക് ചുവടുവെക്കുകയും ചെയ്യുക. ഇതിലാണ് വിജയമിരിക്കുന്നത്. മൽഫൂസാത്ത് വാള്യം 1 പേജ് 123 മുതൽ 125 വരെ. വ ആഖിറുദ്ദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.